നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത് കേരളത്തിലെ മത ധാർമ്മിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് 100 വർഷം പൂർത്തിയാക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെയും അതിന്റെ അനുബന്ധ ഘടകങ്ങളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാസമ്മേളനം നടക്കുകയാണ്. അതിന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ കുളിയാണ്. ആ രീതിയിൽ കാസർഗോഡ് ജില്ലയ്ക്കും ഇവിടുത്തെ പത്രപ്രതിനിധികൾക്കും ഇവിടുത്തെ നേതാക്കൾക്കും ഒക്കെ പ്രത്യേകമായ ഉത്തരവാദിത്വവും ബാധ്യതയും സവിശേഷമായ പ്രാധാന്യവുമുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ ഈ പത്രസമ്മേളനത്തിന് വളരെ നിർണായകമായ ഒരു സ്വാധീനവും നിർണായകമായ ഒരു സ്ഥാനവും ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കി. ഏതായാലും അതിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ഒന്നാമതായി ഈ സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവദ്യ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ തമിഴ്നാടിൽ നിന്ന് ആരംഭിച്ച ശതാബ്ദി സന്ദേശയാത്ര അത് കേരളത്തിന്റെ വിവിധ ജില്ലകൾ തരണം ചെയ്തുകൊണ്ട് അടുത്ത ഞായറാഴ്ച നമ്മുടെ നാട്ടിലെത്തുകയാണ്, കാസർഗോഡ് എത്തുകയാണ്. അപ്പൊ കാസർഗോഡ് മാലിക് ദീനാറിന്റെ ചരിത്രപ്രധാനമായ മാലിക് ദീനാർ പള്ളിയുടെ അങ്കണത്തിൽ വെച്ചാണ് ഈ പരിപാടിയുടെ സ്വീകരണ പരിപാടി സംഘടിക്കാൻ പോകുന്നത്. അപ്പൊ ആ പരിപാടിയുടെ ഭാഗമായുള്ള പ്രചരണമാണ് പ്രധാനമായും ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസങ്ങളായി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഓരോ ജില്ലകളെയും തരണം ചെയ്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ എത്തുകയാണ്. അടുത്ത ശനിയാഴ്ച കണ്ണൂര് പരിപാടി പൂർത്തിയാക്കി ഞായറാഴ്ച രാവിലെ തൃക്കരിപ്പൂരിലെത്തും. അതിനുശേഷം തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 12 മണിക്ക് മുമ്പായിട്ട് ഈ ജാഥ കാസർഗോഡ് എത്തും. അപ്പൊ കാസർഗോഡ് 10 മണിക്ക് ഇവിടെ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പൊ അതിനുശേഷമുള്ള മറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് ഇവിടെ വിശദീകരിക്കപ്പെടും. ഈ പരിപാടിയിൽ ഈ പത്രസമ്മേളനത്തെ സംബന്ധിച്ച ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി ഇതിന് പ്രത്യേകമായി ഒരു സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ കാസർഗോഡ് ജില്ലാ സമസ്തയുടെ അഭിവദ്യ പ്രസിഡന്റും കേന്ദ്ര മുഷാവറാംഗവുമായ ത്വാഖ അഹമ്മദ് മൗലവി അൽ അസ്ഹരിയാണ്. മഹാനൂറുകൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇന്ന് പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഈ ഇവിടെ സംബന്ധിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ നാടിപിടിപ്പറിയുന്ന സംഘടനകളുടെ സ്ഥാനവും പ്രാധാന്യവും മനസ്സിലാക്കുന്ന, അതുപോലെ ഞങ്ങളും മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ഓരോ ചലനങ്ങളും സാമൂഹികമായ, രാഷ്ട്രീയമായ, സാമുദായികമായ എല്ലാ ചലനങ്ങളുടെയും നാടിമിടിപ്പ് സമൂഹം മനസ്സിലാക്കുന്നത് നിങ്ങളിലൂടെയാണ്, പത്രക്കാരിലൂടെ. അതുകൊണ്ട് ഈ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട വിധം ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുമെന്നും ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടി, ഇതിന്റെ വിജയത്തിന് വേണ്ടി പരമാവധി നിങ്ങളുടെയൊക്കെ പ്രൊഫഷണലായ സപ്പോർട്ടുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദ്യമായി ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന്റെ ശതാബ്ദി ആഘോഷം നിങ്ങൾ അറിഞ്ഞതുപോലെ 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കുണിയയിൽ വെച്ച് നടക്കുന്നു. അതിന്റെ മുന്നോടിയായി ശതാബ്ദി സന്ദേശയാത്ര എന്ന പേരിൽ സമസ്ത പ്രസിഡന്റ് ആദരണീയരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ഇവിടെ നമ്മുടെ കാസർഗോഡ് തളങ്കരയിൽ 28-ാം തീയതി ഞായറാഴ്ച 10 മണിയോടുകൂടി എത്തിച്ചേരുകയാണ്. വിപുലമായ പരിപാടിയാണ് ആ സന്ദേശ യാത്ര സ്വീകരണത്തിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ സമസ്ത പ്രസിഡന്റ് ത്വാഖ അഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷം വഹിക്കുന്ന ഈ മഹത്തായ പരിപാടി പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. മുന്നോടിയായി 28-ന് രാവിലെ 9 മണിക്ക് തളങ്കര പ്രാദേശിക സ്വാഗത സംഘം ചെയർമാൻ A. അബ്ദുറഹ്മാൻ സാഹിബ് പതാക ഉയർത്തുന്നതും ആദരണീയരായ കൊമ്പൂൽ KS അലി തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ മാലിക് ദീനാർ മഖാം സിയാറത്തോടുകൂടിയാണ് പരിപാടി ആരംഭിക്കുക. അതാരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ചും സമൂഹത്തിൽ ഏറെയും കാണുന്ന ഈ ഐക്യവും സമാധാനവും ശാന്തിയും എല്ലാം അതിനു വേണ്ടി
നല്ല ഒരു പ്രവർത്തനം നടത്തി ഇവിടെ കാഴ്ചവെക്കുന്നത് സമസ്ത കേരള ജമിയത്തുലമയാണ്. എപ്പോഴും തീവ്രവാദത്തിനെതിരെയും ഉഗ്രവാദത്തിനെതിരെയും ഏതെല്ലാം വിധ്വംസക പ്രവർത്തനങ്ങളുണ്ടോ അതിനെല്ലാം എതിരായി കൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ എന്നും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയും സമൂഹത്തിനെ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100 ആണ്ട് പൂർത്തിയാക്കുന്ന ഈ സമസ്ത അടുത്ത 100 ആണ്ടുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ വിദ്യാഭ്യാസപരമായ സാമൂഹ്യ ക്ഷേമപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് തഹിയ ഫണ്ടുകളൊക്കെ സമസ്ത ഇവിടെ ശേഖരിക്കുകയുണ്ടായതും സമൂഹം അതിനെ വിജയിപ്പിക്കുകയും ചെയ്തത്. അതിനെല്ലാം ഉപരി നമ്മുടെ ജില്ലയിലെ പരിപാടി ഭംഗിയാക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും വലിയ സഹായമാണല്ലോ മാധ്യമങ്ങളുടെ സഹായം, മീഡിയകളുടെ സഹായങ്ങളൊക്കെ. അതുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ജില്ലയിലെ പ്രമുഖന്മാരായ നേതാക്കൾ എല്ലാവരും ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കും. അന്ന് തന്നെ വൈകുന്നേരം മംഗലാപുരം അടിയാർ കണ്ണൂരിൽ വെച്ച് ഈ ജാഥ അവസാനിക്കുകയാണ്. സമാപന സമ്മേളനം അവിടെ വിപുലമായി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാസർഗോട്ടെ പരിപാടിയിൽ കർണാടക സ്പീക്കർ UT ഖാദർ അവരുകളും സംബന്ധിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്. 5000-ൽ കൂടുതൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. 100-ൽ പരം വാഹനങ്ങൾ സ്ഥിരമായി യാത്രയോടുകൂടെ ഉണ്ട്. അതിന് പുറമെ കാസർഗോഡ് ജില്ലയിലെ തിരുക്കരിപ്പൂരില് 27 ജാഥ ഹാൾട്ടാവും. രാവിലെ അവിടുന്ന് പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം കാഞ്ഞങ്ങാട്ടേക്ക് വരികയും കാഞ്ഞങ്ങാടിൽ നിന്ന് ഏകദേശം 200-ലേറെ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടെയാണ് തളങ്കര സ്വീകരണ സ്ഥലത്തേക്ക് എത്തിച്ചേരുക. അത് പരമാവധി അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടും പിന്നെ ഹോസ്പിറ്റലിനടുത്തുള്ള ഗ്രൗണ്ടും അക്കാദമി ബ്ലോക്കിലുള്ള ഗ്രൗണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് മറ്റു വാഹനങ്ങൾ കുറച്ച് കുറവുണ്ടാകുമെന്നുള്ള സമാധാനമുണ്ട്. മലപ്പുറം ജില്ലയില്ലാത്ത എല്ലാ സ്ഥലത്തും ഒരു സ്വീകരണം. മലപ്പുറം ജില്ല കുറെ വലുതായതുകൊണ്ട് ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ 2 സ്വീകരണ പരിപാടിയുണ്ട്. എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യും. പരിപാടി പള്ളി ഗ്രൗണ്ടിലാണ്. ശതാബ്ദി സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? സന്ദേശ യാത്രയാണല്ലോ. പ്രധാനമായിട്ടും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സമൂഹത്തിന്റെ ഇടയിൽ ഐക്യവും സമാധാനവും പരസ്പരമുള്ള സ്നേഹവും ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഈ സന്ദേശ ജാഥയുടെ പ്രധാനമായിരിക്കുന്ന സന്ദേശം. ഇന്നത് ഏറെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മുസ്ലിം സമുദായത്തിന് അകത്തുള്ള ഐക്യമാണോ അന്ന് സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഐക്യവും സമാധാനമാണ് നമ്മൾക്ക് ആവശ്യം. ഏതെങ്കിലും ഒരു സമുദായം മാത്രം ഐക്യപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. അകത്തൈക്യം ഉണ്ടാകണ ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും ആശയപരമായി നമുക്ക് യോജിക്കാത്തവരോട് ആശയപരമായി യോജിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ പരസ്പരം ഉണ്ടാകേണ്ട പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യങ്ങൾ എല്ലാവരോടും ഉണ്ടാകും. ഏകദേശം 90% പൂർത്തീകരിച്ചു. പിന്നെ നമ്മുടെ ക്യാമ്പ് നടക്കുന്ന ഗ്രൗണ്ട് പന്തൽ പണിയൊക്കെ തുടങ്ങി. അത് പണിയൊക്കെ പൂർത്തിയായി. പിന്നെ അതുപോലെ തന്നെ 30-ാം തീയതി മുതൽ എക്സ്പോ നടക്കുന്നുണ്ട്. എക്സ്പോ ആദ്യത്തെ 2 ദിവസം സ്ത്രീകൾക്ക് വേണ്ടിയും ബാക്കിയുള്ള ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് വേണ്ടിയും ആണ് നീക്കി വെച്ചിട്ടുള്ളത്. എക്സ്പോന്റെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നടത്തി വരുന്നുണ്ട്. ക്യാമ്പ് നടത്തുന്ന സൈറ്റ് വേറെ, എക്സ്പോന്റെ സൈറ്റ് വേറെ, പൊതുസമ്മേളനത്തിന്റെ സൈറ്റ് വേറെ, എല്ലാം വേറെ വേറെ. ഈ സമസ്തയുടെ 100-ാം വാർഷികം മാത്രമല്ല അടുത്ത 100 വർഷത്തേക്കുള്ള പദ്ധതികളും കൂടി അതിന്റെ പ്രധാനമായിട്ടുള്ളത്. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതേ അവസരത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക, തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിൽ പൊതുവിലും പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിലും വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്.
ഇപ്പോൾ തന്നെ നമ്മുടെ സമസ്തയും സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ കർണാടകയിലും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലും UP-യിലും അതുപോലെ തന്നെ ബീഹാറില് പശ്ചിമ ബംഗാളിലൊക്കെ ഒറ്റപ്പെട്ട സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസപരമായി അവരെ സമുദ്ധരിച്ചു വരുന്നുണ്ട്. അതിനൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു ശൃംഖലയുണ്ടാക്കി അവിടങ്ങളിലൊക്കെ ഈ സന്ദേശം ഈ പ്രവർത്തനവും വ്യാപിപ്പിക്കുക എന്നതാണ് പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. തമിഴ്നാട്ടിലും 3ഓളം സ്ഥാപനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നൂറ്റാണ്ടിൽ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി നമ്പറിട്ട് പദ്ധതികൾ പ്രൊജക്ടുകൾ പാസ്സാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മെഡിക്കൽ കെയർ സെന്ററാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഒന്ന് മെഡിക്കൽ കെയർ സെന്ററാണ്. രണ്ടാമത് ലേണിംഗ് വില്ലേജാണ്. ലേണിംഗ് വില്ലേജ്. 3 ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം. 4 സമസ്ത സെന്റിനറി എഡ്യൂസിറ്റി. വളരെ വിശാലമായ വിപുലമായ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു പരിപാടിയാണ്. പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ. തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുടെ ആവശ്യവും അവരുടെ ഡിമാൻഡും അംഗീകരിച്ചുകൊണ്ട് വിവിധ സ്ഥാപനങ്ങൾ അവിടെ നിർമ്മിക്കുകയും ചിലതൊക്കെ തുടങ്ങുകയും ചെയ്തു. കുറച്ചുകൂടി വിപുലമായി വ്യവസ്ഥാപിതമായി ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഹയർ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് നൽകുന്ന പരിപാടിയുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ സംവിധാനമുണ്ട്. അതുപോലെ പ്രധാന നഗരങ്ങളിൽ സമസ്തക്ക് ആസ്ഥാനം, അതും ഇതിന്റെ ഭാഗമാണ്. ജില്ലാ ആസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് പ്രധാനമായും. പിന്നെ സ്പെഷ്യൽ സ്കൂൾ. ഇത്രയാണ് പരിപാടികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ ആവശ്യമുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കാം. കൂടാതെ നിലവിലുള്ള മദ്രസ സംവിധാനത്തിൽ 11,000-ൽ പരം മദ്രസകൾ സമസ്തയുടെ കീഴിലായിട്ട് സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലായിട്ടുണ്ട്. അത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലത്തും കൃത്യമായ ഒരു വിദ്യാഭ്യാസമുണ്ട്. അപ്പൊ മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് മതവിദ്യാഭ്യാസം മാത്രമല്ല, ജനങ്ങളെ ബോധവൽക്കരിക്കുക, പുതിയ തലമുറയെ വിദ്യാഭ്യാസപരമായി ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് ഒരേ സമയത്ത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ വെച്ചാൽ മോറൽ എഡ്യൂക്കേഷനും മോഡേൺ എഡ്യൂക്കേഷനും രണ്ടും കൂടി സമന്വയിപ്പിച്ച് നൽകാനുള്ള സംവിധാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും ബീഹാറിലും ആസാമിലും അതുപോലെ UP-യുടെ ചില ഭാഗങ്ങളിൽ, കാശ്മീരില്, ബംഗാളില്, ആന്ധ്രാപ്രദേശിൽ ഒക്കെ കാര്യങ്ങൾ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചുകൂടി വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോകാനാണ് ഒരു പരിപാടി ഉദ്ദേശിക്കുന്നത്.